ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്നറിയുന്നത് ആ രാജ്യത്തിൻ്റെ കുട്ടികളാണ്. കാരണം കുട്ടികളാണ് നാളത്തെ തലമുറ, ഭാവി പൗരന്മാർ. അവരെ വാർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും വലിയ ഫാക്ടറികൾ, ഏറ്റവും വലിയ മനോഹരമായ സ്ഥലങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ അംഗനവാടികൾ അംഗൻവാടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. കളിസ്ഥലം എന്നുള്ള അർത്ഥത്തിലുമുണ്ട്. അംഗനമാർ അങ്ങനെ വേണമെങ്കിൽ പറയാം. അംഗനമാർ നടത്തുന്ന വാടി എന്നുള്ളിൽ പറയാം, അങ്കണവാടി എന്ന് പറയാം, കളിസ്ഥലം എന്നൊക്കെ പറയാം, പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാം. എന്തായാലും സംസ്ഥാനത്ത് ഏകദേശം 33,120 അംഗൻവാടി ഉള്ളതിൽ 7,072 അംഗൻവാടികളും വാടക കെട്ടിടത്തിനാണ് ഇരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് വളരെ തമാശ. തിരുവനന്തപുരം ജില്ലയിൽ പോലും 3061-ൽ 1057 വാടക കെട്ടിടത്തിലാണ്. നല്ല രസമാണ് നമ്മളെ കണക്കുകൾ അയച്ചാൽ. ഓരോ ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അംഗനവാടികൾ ഉള്ളത്. നമ്മൾ പറഞ്ഞു വരാൻ പിന്നെ വേറെ രീതിയിൽ മലപ്പുറം ജില്ലയെ ചിത്രീകരിച്ചെന്ന് പറയരുത്. അംഗൻവാടികളുടെ എണ്ണവും മലപ്പുറം ജില്ലയിലാണ് കൂടുതലുള്ളത്. ഓരോ ജില്ലയുടെ കണക്കെടുത്താൽ 3061 തിരുവനന്തപുരം, 2723 കൊല്ലം, 1383 പത്തനംതിട്ട, 2150 ആലപ്പുഴ, കോട്ടയം 2050, 1561 ഇടുക്കി, 2858 എറണാകുളം, 3016 തൃശ്ശൂർ, 2838 പാലക്കാട്, 3808 മലപ്പുറം, വയനാട് 876, കോഴിക്കോട് 2938, കണ്ണൂർ 2504, കാസർഗോഡ് 1348. ഇങ്ങനെയാണ് അംഗൻവാടികളുടെ കണക്കുകൾ. ഈ അംഗൻവാടികളിൽ മഹാഭൂരിപക്ഷവും ആയമാർക്കും വർക്കർമാർക്കും ഒന്നും പൈസ ഇല്ലെന്നേ. നാമമാത്രമായ ശമ്പളമാണ്. അവർക്ക് മുട്ട കൊടുക്കണം, പാല് കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ തള്ളി മറിക്കും നമ്മുടെ മന്ത്രിമാരൊക്കെ. അതെല്ലാം ഇവർ പലരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കൊടുക്കുന്നതെന്നേ, കയ്യിൽ നിന്നാണ് കൊടുക്കുന്നതെന്നേ. സമയത്ത് ശമ്പളം കൊടുക്കില്ല, ബോണസ് കൊടുക്കില്ല, ശമ്പളം കൂട്ടി കൊടുക്കില്ല. പാവപ്പെട്ട ആളുകളായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. പിന്നെ ഒരു നിർഭാഗ്യമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയുന്ന, ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്നാൽ ഈ അംഗൻവാടികൾ ആദ്യം വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് വന്നത്. അത് കേന്ദ്രത്തിൻ്റെ ഒരു സ്കീം അനുസരിച്ച് വന്നതാണ്. അങ്ങനെ ICDS സ്കീം എന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു നാഷണൽ സ്കീമിൻ്റെ ഭാഗമായി വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ പക്ഷേ സ്റ്റേറ്റ് ഭരിച്ചതെന്ന് ഇടതുപക്ഷ മുന്നണിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നയനാരുടെ ഗവൺമെൻറ്റോ മറ്റുമാണ്. ആ സമയത്താണ് ആളുകളെയൊക്കെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇടതുപക്ഷക്കാരാണ്, CPM-കാരാണ്. അതുകൊണ്ട് അവർ സമരം ചെയ്യത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ. എന്നാൽ വളരെ കൃത്യമായിട്ട് കുറച്ച് അംഗൻവാടികൾ, 100-ന് താഴെ വരുന്ന അംഗൻവാടികളെ സ്മാർട്ട് കെട്ടിടങ്ങളാക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഓരോ ജില്ല എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ ഓരോ ജില്ല എടുത്താലും അതിൻ്റെ കണക്ക് നമ്മളിലുണ്ട്. ജില്ല എടുത്താലും എല്ലാ ജില്ലകളിലും വാടക കെട്ടിടത്തിലാണ് മഹാഭൂരിപക്ഷം അംഗൻവാടികളും പ്രവർത്തിക്കുന്നത്. എന്തൊരു നാടാണിത്! ഞാൻ പറഞ്ഞല്ലോ, 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കേണ്ടത്, അവർ നല്ല കുട്ടികളായി പഠിക്കേണ്ടത്, അവർക്ക് ഭാഷയോടും കണക്കിനോടും എല്ലാവരും ചെറിയ പഠിക്കലല്ല, വിശദമായി പഠിക്കലല്ല, ചെറിയൊരു ആഭിമുഖ്യം ഉണ്ടാകുക, നല്ല സ്വഭാവം ഉണ്ടാകൽ, അതുപോലെ തന്നെ അവർക്കൊരു അച്ചടക്കം ഉണ്ടാകൽ, ഇതെല്ലാം വരുന്നൊരു പ്രായമാണ് ഈ 13 വയസ്സിന് താഴെയുള്ള പ്രായം. ആ പ്രായത്തിൽ 4-5 വയസ്സിലൊക്കെയാണ് ഈ കുട്ടികളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഭയങ്കരമായ കെയർ കിട്ടണം. അവർക്ക് കളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ചില സ്ഥലങ്ങൾ തമാശ എന്താ അറിയാമോ, 2ാമത്തെ നിലയിലും 3ാമത്തെ നിലയിലും അംഗൻവാടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്തൊരു ഗതികേടാണ്! കൊച്ചുകുട്ടികൾ കളിക്കാനൊക്കെ സ്ഥലം വേണമെന്നാണ്. സ്മാർട്ട് അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് അംഗൻവാടികൾ മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ. അല്ലാതെ ഇതെന്താണ് സംവിധാനം? നമ്മുടെ നാട്ടിലെ CSR പൈസ ഉപയോഗിച്ച് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ, വേണമെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷനിലൂടെ 4P വെച്ചോളൂ. പബ്ലിക് സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ഇനി പ്രൈവറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത്, അത് ബ്ലോക്ക്, ജില്ല, ഗ്രാമപഞ്ചായത്തിൽ, അതുപോലെ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ 4P വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതൊക്കെ ഭംഗിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ അംഗൻവാടികൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും 33,120 അംഗൻവാടികളും സ്മാർട്ട് ആവേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്, സമയത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വെക്കേണ്ടതാണ്, നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളെ വെക്കേണ്ടതാണ്, ഇപ്പോൾ ഉള്ളവർക്ക് നല്ല പരിശീലനം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിലും അംഗൻവാടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഓരോ അംഗൻവാടി വീതം ആഴ്ചയിൽ ഒരു ദിവസം കൗൺസിലർമാർ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ, മെഡിക്കൽ ഡോക്ടർമാർ, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർമാരൊക്കെ വന്ന് ക്ലാസ്സുകൾ, പരിപാടികൾ നടത്തണം. അങ്ങനെ കുട്ടികളുടെ സ്വഭാവം, കുട്ടികളുടെ മനോഭാവം എല്ലാം മാറ്റിയെടുക്കുന്ന മനോഹരമായ രീതിയിൽ അംഗൻവാടികളെ മാറ്റേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഇവരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കെട്ടിടങ്ങളുടെ മോശമുണ്ട്, വാടക കെട്ടിടത്തിൻ്റെ പ്രശ്നമുണ്ട്, അവർക്ക് ശമ്പളമില്ല, പലരും സ്വന്തം കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമൊക്കെ കൊടുക്കണം, പിന്നെ അവരെ സമരത്തിനും പരിപാടികൾക്കും ധർണയ്ക്കും പരിപാടികൾക്കും വിളിക്കുക. ഈ ഒരു കൊട്ടേഷൻ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് പൊളിച്ചെഴുതേണ്ട സമയമായി. അംഗൻവാടികളെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കുട്ടികളെ രൂപപ്പെടുത്തുന്ന ശില്പങ്ങളെ നല്ല ശില്പങ്ങളാക്കി മാറ്റും. നല്ല ശില്പങ്ങൾ ഒരു ശില്പി രൂപീകരിക്കുന്ന പോലെ
അംഗൻവാടി ടീച്ചർമാരുടെ കയ്യിലും ആയമാരുടെ കയ്യിലും വർക്കർമാരുടെ കയ്യിലും കിട്ടുന്ന കുട്ടികളെ മനോഹരമായ രീതിയിൽ അവർ സ്കൂളുകളിലേക്ക് ചേരുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റമുണ്ടാക്കി കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ, അവിടെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ടൊക്കെ വളർത്തുവാനുള്ള സംവിധാനങ്ങൾ നടക്കട്ടെ. അതുകൊണ്ട് അംഗൻവാടിയിലെ ഈ ടീച്ചർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആയമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഞാൻ ഈ പറഞ്ഞുള്ള ക്ലസ്റ്റർ യൂണിറ്റുകളൊക്കെ ആക്കി അവർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാ അംഗൻവാടികളും സ്മാർട്ടാവട്ടെ. ഇന്നത്തെ വേഗതയിലാണ് പോകണമെങ്കിൽ 2100 ആയാലും ഇതൊന്നും എല്ലാം സ്മാർട്ടാവില്ല. അത് പോരാ. അതിനുള്ള ബൃഹത്തായ പദ്ധതി നമുക്ക് ഏറ്റെടുക്കാം.